ഉന്നതതല സ്ഥിതിഗതികൾ വിലയിരുത്താൻ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മുഖ്യമന്ത്രി വനമന്ത്രിയുമായി സംസാരിച്ച് മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കടുവയെ വെടിവെച്ചു കൊല്ലാൻ തന്നെയാണ് തീരുമാനമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. 1-ാം തീയതിക്കകം എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിക്കുമെന്നും വയനാടിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിലൂടെ ഇപ്പോൾ നമ്മൾ തീരുമാനമാണ് ഈ ഉന്നതതല യോഗം എടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. ക്യാമറകൾ സ്ഥാപിക്കലാണ്. ഈ പ്രദേശത്ത് ക്യാമറകളുടെ അഭാവമുണ്ട്. ആ അഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഒരാഴ്ചക്കകം 1-ാം തീയതിക്കകം ജസ്റ്റിൻ 1-ാം തീയതിക്കകമല്ലേ ക്യാമറ 1-ാം തീയതിക്കകം ആ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കണം. ആ നിരീക്ഷണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വനം വകുപ്പ് മാത്രം പോരാ, പോലീസിൻ്റെ സഹായവും തേടണമെന്നും അതിനനുസരിച്ചുള്ള സഹായം നൽകാമെന്ന് പോലീസ് വിഭാഗം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നതതല യോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുകയാണ്. അനൂപ്, ഈ ഉന്നതതല യോഗത്തിൽ ഈ കടുവ എവിടെ നിന്ന് വന്നു എന്ന് സംബന്ധിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചോ? നിലവിൽ വരുന്ന സൂചനകൾ ഇത് കേരളത്തിൻ്റെ വയനാട് വനമേഖലയിലുള്ള കടുവയല്ല, മറിച്ച് കർണാടകത്തിൽ നിന്ന് വന്ന കടുവയാണ് എന്നുള്ള വാർത്തകൾ, അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യത്തിലൊരു സ്ഥിരീകരണമുണ്ടോ? ഉന്നതതല യോഗത്തിൽ ഈ ഉദ്യോഗസ്ഥർ എന്തെങ്കിലും കാര്യം വ്യക്തമാക്കിയോ? മന്ത്രി അത് സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നടന്നു വരികയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ മന്ത്രി അറിയിച്ചത്. ഏതായാലും ഈ യോഗം പൊതുവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്നും ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുമുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു. ഏതായാലും വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ യോഗത്തിൽ പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ ഈ യോഗത്തിലെടുത്ത സുപ്രധാനമായ ഒരു തീരുമാനം. അത് സംബന്ധിച്ച് ഉടൻ ഉത്തരവിറങ്ങും. മരണപ്പെട്ട രാധയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങൾ ലഭ്യമാക്കാനും വയനാട്ടിൽ ഈ വലിയ വന്യമൃഗ ആക്രമണങ്ങളുടെ അത് തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ വിധത്തിലുള്ള നടപടികൾ ഊർജിതപ്പെടുത്താൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വയനാടിനായി ഒരു പ്രത്യേക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്നാണ് വനവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ യോഗത്തിന് ശേഷം പറഞ്ഞത്. ഏതായാലും പഞ്ചാരക്കൊല്ലിയെ രാധയെ ആക്രമിച്ചു കൊല്ലുകയും അതോടൊപ്പം RRT സംഘാംഗത്തെ ആക്രമിക്കുകയും ചെയ്ത കടുവയെ നരഭോജിയായി പ്രഖ്യാപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ തീരുമാനം. തുടർച്ചയായ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെടിവെച്ചു കൊല്ലാനുള്ള നടപടി ഊർജിതപ്പെടുത്തും. ഈ തോട്ടം വനയോര മേഖലകളിൽ അടിക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നത് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തിരച്ചിലിനുൾപ്പെടെ അല്ലെങ്കിൽ കടുവയ്ക്ക് തമ്പടിക്കാനുള്ള ഒരു സാഹചര്യം ഉൾപ്പെടെ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളോ ജില്ലാ ഭരണകൂടമോ എല്ലാം നേരിട്ട് ഇടപെട്ട് ആ അടിക്കാടുകൾ മാറ്റാനുള്ള ഒരു തീരുമാനം ഉടൻ നടപ്പാക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ടായി. അത് ആ വിധത്തിൽ തന്നെ നടപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. യോഗത്തിനിടെ മുഖ്യമന്ത്രി വനമന്ത്രിയുമായി ചർച്ച നടത്തി. പ്രത്യേകമായും എല്ലാവിധ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ഈ ആശങ്ക പരിഹരിക്കണമെന്ന് മുഖ്യമന്ത്രി വനമന്ത്രിയോട് നിർദ്ദേശിച്ചു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികൾ ഈ യോഗത്തിൽ തീരുമാനിച്ചത്. ഈ വയനാട് ജില്ലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതായാണ് വനമന്ത്രി യോഗത്തിന് ശേഷം പറഞ്ഞത്. ഏതായാലും കൂടുതൽ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. വനയോര ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സഞ്ചാരപാത നിരീക്ഷിക്കാനും അതോടൊപ്പം അത് നിരീക്ഷിച്ചുകൊണ്ട് വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാത്രികാല പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തിപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങുന്ന ജനവാസ മേഖലകളിലും പ്രശ്ന സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലുമെല്ലാം ഫെബ്രുവരി 1-നകം കൂടുതൽ AI ക്യാമറകൾ സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. ജില്ലയ്ക്ക് 100 ക്യാമറകളാണ് ഈ വിധത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഈ വനാതിർത്തി വളഞ്ഞ് കടുവയെ വെടിവെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്നത്തെ ഉന്നതതല യോഗം തീരുമാനം എടുത്തിട്ടുണ്ടോ? നാളെ രാവിലെ അത്തരത്തിലൊരു പ്ലാനിലേക്ക് പോകുന്നുണ്ടോ? ഈ അതീവ ദുർഘടമായിട്ടുള്ള അല്ലെങ്കിൽ തെരച്ചിലുൾപ്പെടെ ദുഷ്കരമായിട്ടുള്ള സാഹചര്യമാണ് ഈ വനമേഖലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ വനയോര മേഖലകളിൽ വനത്തിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് പ്രധാനമായി കടുവയെ വെടിവെച്ച് കൊല്ലുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കായി സ്വീകരിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ വനയോര മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കാനാണ് ദൗത്യ സംഘാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് RRT സംഘാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിരീക്ഷണം ശക്തമാക്കി ഏതെങ്കിലും വിധത്തിൽ കടുവയെ കണ്ടെത്തി അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു തീരുമാനമാണ് ഏതായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതാണ് പൊതുവിൽ എടുത്തിട്ടുള്ള തീരുമാനം. ഏതായാലും
ആ വിധത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും നിർദ്ദേശങ്ങൾ പരിഗണിച്ച് അനുയോജ്യ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അത് കണ്ടെത്തി ആ വിധത്തിലുള്ള ഒരു പദ്ധതിയാണ് വനവകുപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഏതായാലും അത് ഉടൻ തന്നെ ആ വിധത്തിലുള്ള ഉദ്യോഗസ്ഥരും എല്ലാം കടക്കുകയുമാണ്. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള ഉന്നതല യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ച്. അല്പസമയത്തിനകം തന്നെ മന്ത്രി AK ശശീന്ദ്രൻ രാധയുടെ ഈ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കും.